അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ? ഈ വീഡിയോ കാണുന്ന എല്ലാ ദീനി സഹോദരങ്ങളും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ അമർത്തുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. പടച്ച റബ്ബിൻ്റെ ഒക്കെ പുണ്യം കിട്ടും. എല്ലാവരും എന്നെ ഒന്ന് സഹായിക്കുക. റമദാൻ മാസമാണ്, പടച്ച റബ്ബ് പുണ്യം നൽകും. എല്ലാവരും ഒന്ന് സഹായിക്കുക, സബ്സ്ക്രൈബ് ചെയ്ത്. പടച്ച റബ്ബ് എല്ലാവർക്കും പുണ്യം നൽകും. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇത് കേൾക്കണം, ഭാര്യമാരും ഭർത്താക്കന്മാരും കേൾക്കണം. ഇതിന് കഴിയില്ലെങ്കിൽ പിന്നെ കല്യാണം കഴിക്കേണ്ട നോമ്പ് നോക്കിയാൽ മതി. ആണാണെങ്കിലും ശരി, ഭാര്യമാരോടുള്ള കടമകൾ കൊടുത്തു വിട്ടാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കേണ്ടതില്ല, നോമ്പ് നോറ്റോളൂ. പെണ്ണാണെങ്കിലും ശരി, ഭർത്താക്കന്മാരോടുള്ള കടമകൾ ചെയ്തു വിട്ടാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളും കല്യാണം കഴിക്കേണ്ടതില്ല, നോമ്പ് നോറ്റോളൂ. ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട്. കല്യാണത്തിന് വേണ്ടി ലക്ഷങ്ങൾ ചെലവഴിക്കുമ്പോ ഒന്ന് കല്യാണത്തെ കുറിച്ച് പഠിക്കാനുള്ള സമയം കണ്ടെത്തണം. നമ്മുടെ മക്കൾക്ക് എന്താണ് വിവാഹം എന്ന് പറയണം. പ്രണയം പോലെ അല്ല വിവാഹം എന്ന് പറയണം. സീരിയലിൽ കണ്ടതല്ല വിവാഹം എന്ന് പറയണം. സിനിമയിൽ കണ്ടതല്ല വിവാഹം എന്ന് പറയണം. അത് അഭിനയമാണ്. ഇത് യഥാർത്ഥ ജീവിതത്തിലേക്കുള്ള യാത്രയാണ്. അവിടെ നിങ്ങളുടെ ഏറ്റവും നല്ല ബെസ്റ്റ് ക്വാളിറ്റി അല്ല നിങ്ങളുടെ ഭർത്താവിനോട് നിങ്ങൾ പെരുമാറുന്നത്. പ്രണയമാകുമ്പോ ഏറ്റവും നല്ല സ്വഭാവത്തോടെയാണ് കാമുകൻ കാമുകനോട് പെരുമാറുന്നത്. എന്നാൽ കല്യാണം കഴിഞ്ഞാൽ ഏറ്റവും മോശം സ്വഭാവമായിരിക്കും ഭർത്താവിനോട് കാണിക്കുന്നത്. മറ്റുള്ളവരോട് മാന്യതയുണ്ടാകും. ഭർത്താവ് ഭാര്യയോടും അതുപോലെ തന്നെ. കാരണം കൂടെ കിടക്കുന്നവനെ രാപ്പനെ അറിയെന്ന് പറയുന്നത് പോലെ എപ്പോഴും കൂടെയുള്ള ഭാര്യ, എപ്പോഴും കൂടെയുള്ള ഭർത്താവ്, അവർക്കിടയിൽ ഫോർമാലിറ്റി ഉണ്ടാവൂല. അപ്പൊ എന്താണോ ഹൃദയത്തിൽ യഥാർത്ഥ സ്വഭാവം എന്താണ്, അതാണ് രണ്ടുപേരിൽ നിന്നും പുറത്തു വരുന്നത്. അപ്പോഴാണ് അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നത്, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് കല്യാണം കഴിക്കുന്നതിന് മുമ്പേ അതിന്റെ ശേഷമുള്ള ജീവിതത്തെ കുറിച്ചൊന്ന് പഠിച്ചിട്ട് വേണം അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലാൻ. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജത്തുൽ വിദാഇന്റെ സമയത്ത് ഒരു പ്രഭാഷണം നടത്തുകയുണ്ടായി. നീണ്ടു നിൽക്കുന്ന പ്രഭാഷണമാണത്. അതൊരു വിടവാങ്ങൽ പ്രഭാഷണമാണ്. ആ പ്രഭാഷണത്തിൽ നബി തങ്ങൾ പറഞ്ഞു, അല നിങ്ങൾ അറിയണം, പെണ്ണിന്റെ കാര്യങ്ങളും ഭർത്താവിന്റെ കാര്യങ്ങളും എല്ലാം സവിസ്തരം പ്രഖ്യാപിച്ചു. അലാ നിങ്ങൾ അറിയണം, ഇന്നലക്കും അലാ നിസാഇക്കും ഹഖ്ഖാ വലിനിസാഇക്കും അലൈക്കും ഹഖ്.